ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അതുപോലെ ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ആദ്യമായിട്ട് ഹംലൂസ് കിച്ചൻ കാണുന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാനിടുന്ന പുതിയതായിട്ടിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. ഈ ഒരു കേക്കിലേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ച് സ്പോഞ്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ വെറും 2 മുട്ട മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിൻ്റെ മഞ്ഞയും വെള്ളയും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 മുസമ്പി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ പുറന്തോട് കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഈ ഓറഞ്ചിൻ്റെ നീര് പിഴിഞ്ഞെടുക്കണം. മിക്സിയിൽ അടിച്ചല്ല, അല്ലാതെ നമ്മൾ നാരങ്ങയൊക്കെ പിഴിയുന്ന പോലെ തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു അര ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഒരു 120 ml ഉണ്ടാവും. അത് ഈ മുട്ടയുടെ മഞ്ഞയിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ വാനില എസൻസ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവറും കൂടി വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. മൊത്തത്തിൽ 1 കപ്പ് പഞ്ചസാര വേണം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് കേക്ക് ഫ്ലോർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഫ്ലോറിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത പാൻ കേക്കിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. 1 കപ്പ് മൈദ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് അതിന് പകരമായിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്താൽ മതി കേക്ക് ഫ്ലോറിനായിട്ട്. ഈ മുട്ടയുടെ വെള്ളയിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്യുന്ന ബൗളൊക്കെ നല്ല ക്ലീൻ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഇതിലേക്ക് ഒട്ടും വെള്ളത്തിൻ്റെ ഒന്നും അംശം പാടില്ല. ഇതേപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ ഒന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാടിട്ട് ഓവർ ബീറ്റ് ചെയ്യരുത്. ഈ ഒരു കേക്കിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഒരുപാട് ബീറ്റ് ചെയ്തിട്ട് കേക്ക് താഴ്ന്നു പോവും, ഹാർഡായി പോവും. ഇതേപോലെ പതിയെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. കേക്ക് ഫ്ലോർ ചേർക്കുന്നത് കൊണ്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്തില്ലെങ്കിലും നല്ലപോലെ തന്നെ കേക്ക് കിട്ടും. അതുപോലെ നമ്മൾ മുട്ടയുടെ വെള്ളയൊക്കെ വേറെ ബീറ്റ് ചെയ്തിട്ട് ചേർക്കുന്നത് കൊണ്ട് നന്നായിട്ട് തന്നെ സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതിലേക്ക് ഞാൻ 2-3 ഡ്രോപ്പ് ഓറഞ്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് കളർ വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്കാണ് ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഉയരത്തിൽ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 7 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ചിലൊക്കെ ചെയ്തെടുക്കാം. നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന് 180 ഡിഗ്രിയിൽ ഒരു 40-45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവൻ ഇല്ലാതെ വേണമെങ്കിലും ഈ കേക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പൈപ്പ് ചെയ്ത് കൊടുക്കാൻ കുറച്ച് ഓറഞ്ചിൻ്റെ ജെല്ല് റെഡിയാക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസും 2 ടീസ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. ഓറഞ്ച് ജ്യൂസിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ, ഓറഞ്ചിന് പുളിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിക്കാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടും. അതുകൊണ്ട് ഇത്രയും മതി. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ഡ്രോപ്പ് ഓറഞ്ച് കളർ ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കളറ് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം. ഇതിന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പിന് പകരമായിട്ട് ഞാൻ ഓറഞ്ച് ചേർത്തിട്ട് ഓറഞ്ചിൻ്റെ നീര് ചേർത്തിട്ടാണ് സിറപ്പ് റെഡിയാക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് നീര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ തിളയ്ക്കാതെ സാദാ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഓറഞ്ച് നീര് ചേർത്തേക്കുന്നത് കൊണ്ട് ചൂടുവെള്ളം അല്ല ചേർത്തിട്ടുള്ളത്. ഇതിന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കേക്ക് ബേക്കാക്കി എടുത്തിട്ടുണ്ട്. ഇതിലൊരു ഹോൾ വന്നിട്ടുള്ളത് ഞാൻ അറിയാതെ കൈ അതിൽ ഒന്ന് പ്രസ്സായിപ്പോയി, അങ്ങനെ ഹോൾ വന്നിട്ടുള്ളതാണ്. കേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഉയരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 7 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലൊക്കെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് ഞാൻ ആ മുരിഞ്ഞ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ കേക്ക് ഒരു 3ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 1 കപ്പ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഓറഞ്ചിൻ്റെ ജെല്ല് കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ട് അതുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീമിൻ്റെ വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2-3 രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചെയ്തിട്ട് ഈ ലെങ്ത് കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് സിറപ്പ് കൊണ്ട് ഓറഞ്ചിൻ്റെ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കനത്തിൽ വിപ്പിംഗ് ക്രീം വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1.25 കപ്പ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുക്കണം. എല്ലാ ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഓറഞ്ചിൻ്റെ നല്ല ഫ്ലേവർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ജെല്ല് റെഡിയാക്കുന്നത് കുറച്ച് വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡും മുകൾ ഭാഗവും ഒക്കെ നന്നായിട്ട് ക്രീം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഈസിയാണ്. എന്നിട്ട് ഇതേപോലെ ഒരു നൈഫ് വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. സൈഡിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയും കുറച്ചും കൂടെ ക്രീം ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കാം. കേക്ക് നന്നായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഓറഞ്ചിൻ്റെ ജെല്ല് ഉപയോഗിച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മുകൾ ഭാഗം മൊത്തത്തിൽ കവർ ചെയ്തെടുക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇതേപോലെ ഒന്ന് സൈഡിൽ കൂടെ പൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വയ്ക്കാനായിട്ട് ഒരു റോസ് പൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു റോസ് പൈപ്പ് ചെയ്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് മാക് ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വിപ്പിംഗ് ക്രീമാണ്. നല്ലൊരു ക്രീമാണിത്. ഒരു റോസ് മാത്രമേ ഞാൻ പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ സൈഡിലൊക്കെ വെറുതെ ചെറിയ പെറ്റൽസ് പോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓറഞ്ചിൻ്റെ ഒരു പീസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഡെക്കറേഷനൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കേക്കിനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കേക്ക് എപ്പോഴും നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവൂ കേക്കിന്. നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തില്ലെങ്കിലും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഇതിൽ വെറും 2 മുട്ടയല്ലേ ചേർത്തിട്ടുള്ളൂ. എന്നാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഉറപ്പായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്